ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പെരി പെരി പാസ്തയാണ്. അതിനായിട്ട് ഞാനിവിടെ 4 കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ മുളകും ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഞാൻ എരിവ് കൂടുതൽ വേണ്ടാത്തതുകൊണ്ടാണ് കാശ്മീരി മുളക് മാത്രം എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് തിളച്ച ചൂട് വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ പാസ്തയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഞാൻ ഈ ഒരു അളവിലാണ് പാസ്ത എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല രീതിക്കൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ശേഷം ഇതൊന്ന് സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നേരത്തെ ചൂടുവെള്ളത്തിലിട്ട് വെച്ച മുളക് നല്ല രീതിക്കൊന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് ഒട്ടും വെള്ളമില്ലാതെ തന്നെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും 4-5 അല്ലി വെളുത്തുള്ളി, ശേഷം 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ഓയിൽ, 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് നല്ല രീതിക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ പാസ്തക്കുള്ള പെരി പെരി മസാല റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. ശേഷം ഞാനിവിടെ 100 ഗ്രാം ചിക്കന് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച പെരി പെരി മസാലയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇതിലേക്ക് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സാക്കിയ ശേഷം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ നല്ലപോലെ 2 സൈഡും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ പാനിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ശേഷം അതിൻ്റെ ഓയിലിലേക്ക് 4 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പാനിൽ ഇങ്ങനെ ചെയ്യാം. ഞാൻ ഇതേ പാനിലാണ് ചെയ്യുന്നുള്ളത്. ശേഷം ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതേ അളവിലുള്ള ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ്. ഇത് വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ലപോലെ സോഫ്റ്റായി കിട്ടും വരെ വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അതും വെജീസും ചിക്കനും എല്ലാം ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും 1/2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം ഒരു ചെറിയ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് പാല് ഒന്ന് തിക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച പെരി പെരി മസാലയില്ലേ, അതും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ വെള്ളവും കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് തിളച്ച് വന്ന ശേഷം ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ഒഴിച്ചു കൊടുക്കാം. ശേഷം നല്ലപോലെ മസാലയുമായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് വേവിച്ച് വെച്ച പാസ്തയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇത് മസാലയായിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ സോഫ്റ്റായിട്ട് ഉണ്ടാവും. അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ച് വേണം പൊടിയാവാത്ത പോലെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ പെരി പെരി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്പൈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പെരി പെരി പാസ്തയാണ്. അപ്പോൾ ഇത് നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും അതേപോലെ ലഞ്ച് ബോക്സിനും ഒക്കെ റെഡിയാക്കി കൊടുക്കാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യൂ. ബൈ.